സ്നേഹത്തിന് ക്രിസ്തു പുതിയൊരു വ്യാഖ്യാനം നൽകി. അതിങ്ങനെയാണ്: സന്തോഷം മാത്രമല്ല സ്നേഹം, അതിൽ ദുഃഖവുമുണ്ട്. ഇണക്കം മാത്രമല്ല സ്നേഹം, അതിൽ പിണക്കവുമുണ്ട്. ഇന്നത്തെ സുവിശേഷം നാം വായിക്കുന്നത് ഉദ്ധാനത്തിന് ശേഷം പത്രോസിന് മുമ്പിൽ കണ്ടുമുട്ടുന്ന യേശുവിനെയാണ്. യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ് ആ സ്നേഹത്തിൽ നിന്നൊക്കെ അകന്നുപോയ പത്രോസിന് മുമ്പിൽ എത്ര സ്നേഹത്തോടെയാണോ അതേ സ്നേഹത്തോടെ അവൻ വീണ്ടും കണ്ടുമുട്ടുന്നു. വേണ്ട എന്ന് പറഞ്ഞു പോയ ശിഷ്യൻ്റെ പിന്നാലെ ഒരു ഗുരു പിന്നാലെ നടന്നുപോയി 3 പ്രാവശ്യം നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുന്നു. ക്രിസ്തുവിൻ്റെ ചോദ്യം വളരെ വ്യക്തമാണ്: പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. രണ്ടാമതും ചോദിച്ചു, പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മൂന്നാമതും ഈ ചോദ്യം ആവർത്തിക്കപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് 3 പ്രാവശ്യം ക്രിസ്തു ഈ ചോദ്യം ചോദിക്കുന്നത്? ഒരു ഓറൽ പരീക്ഷയ്ക്ക് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാം. ചില ഉത്തരങ്ങളൊക്കെ വ്യക്തമാകുന്നില്ലെങ്കിൽ ആവർത്തിച്ച് ചോദിക്കപ്പെടുന്നു എന്നത് മാത്രം. മൂന്നാമത് പത്രോസിന് പിടുത്തം കിട്ടുന്നുണ്ട്. അപ്പോഴാണ് പത്രോസ് പറയുന്നു, കർത്താവേ, നിനക്കെല്ലാം അറിയാമല്ലോ. ഇതാണ് ശരി ഉത്തരം. ഇനി 4ാമത് ക്രിസ്തുവിന് ഈ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പത്രോസ് പറഞ്ഞത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നല്ല, കർത്താവേ, നിനക്കെല്ലാം അറിയാമല്ലോ. സ്നേഹത്തിൽ ഒരു കുറവുണ്ടെന്നും സ്നേഹത്തിൽ പിണക്കമുണ്ടെന്നും സ്നേഹത്തിൽ അകൽച്ചയുണ്ടെന്നും സ്നേഹത്തിൽ വേദനകളുണ്ടെന്നൊക്കെ പത്രോസ് വെളിപ്പെടുത്തുകയാണ്. ഇതെല്ലാം മനസ്സിലാക്കുന്ന ക്രിസ്തു സ്നേഹത്തോടെ അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക. പ്രിയമുള്ളവരെ, ഏതൊരു ബന്ധത്തിൻ്റെ ഇടയിലും ഏറ്റവും അടിസ്ഥാനമായി നിൽക്കുന്നത് സ്നേഹമാണ്. ഈ സ്നേഹം എന്നും സന്തോഷമാകണമെന്ന് ആരും ആഗ്രഹിക്കരുത്. 2 ബന്ധങ്ങൾക്കിടയിൽ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യമുണ്ടായ സന്തോഷം പിന്നീടുണ്ടാകില്ല. ആദ്യമുണ്ടായിരുന്ന സ്നേഹം അതേപോലെ പിന്നീടുണ്ടാകില്ല. ആദ്യമുണ്ടായിരുന്ന ആനന്ദം അതേപോലെ പിന്നീടുണ്ടാകില്ല. ആദ്യമുണ്ടായിരുന്ന കരുതൽ അതുപോലെ പിന്നീടുണ്ടാകില്ല. എല്ലാത്തിനും മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. അപ്പോഴും ഓർക്കണം, എല്ലാം നീ അറിയുന്നുണ്ടല്ലോ. പിണക്കവും ഇണക്കവും, സന്തോഷവും ദുഃഖവും, ആരോഗ്യവും അനാരോഗ്യവും, ഇതെല്ലാം ബന്ധങ്ങളിൽ എപ്പോഴും നിലനിൽക്കും. അതാണ് യഥാർത്ഥ സ്നേഹം. ആ സ്നേഹത്തിലാണ് ഓരോ ബന്ധങ്ങളും വളരേണ്ടത്. അവിടെയാണ് ജീവിതം പൂർത്തീകരിക്കപ്പെടുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.